എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. യോനിയിൽ നിന്ന് ഇടയ്ക്കിടെ സൗണ്ട് ഉണ്ടാകാറുണ്ടോ? ഇത് കാരണം നിങ്ങൾ ഭയത്തോടെയാണോ അതിനെ സമീപിക്കുന്നത്? അതെ, എങ്കിൽ തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. അതെ, പലർക്കുമുള്ള ഒരു സംശയമാണിത്. എന്നാൽ തുറന്നു ചോദിക്കാൻ പലർക്കും മടിയുമാണ്. പുരുഷന്മാർ പരസ്പരം ലൈംഗിക കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ സ്ത്രീകൾ പരസ്പരം ഇത്തരം കാര്യങ്ങൾ പറയാൻ മടിക്കുന്നു എന്നതാണ് പൊതുവായുള്ള ഒരു ധാരണ. അതെ, സ്ത്രീകളിൽ ചിലർക്കെങ്കിലും യോനിയിൽ നിന്ന് ഇടയ്ക്കിടെ അത്തരം സൗണ്ടുകൾ ഉണ്ടാകുന്നു. അതെന്തുകൊണ്ടായിരിക്കും അല്ലേ? അതെ, എങ്കിൽ ഇനി നിങ്ങൾ ഇതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. ഇത് സർവ്വസാധാരണയായി അഥവാ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു രീതിയാണ്. യോനിയിൽ അമിതമായി കാറ്റ് കിടക്കുന്ന അവസ്ഥ, അഥവാ യോനിക്കുള്ളിലേക്ക് കാറ്റ് ഇൻസേർട്ട് ആവുകയും പിന്നീട് അവിടെ കെട്ടിവന്ന് പെട്ടെന്ന് തന്നെ കാറ്റ് പുറത്തോട്ട് പോകുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. ഇത് കൂടുതലും ലൈംഗിക വേളയിലാണ് സംഭവിക്കുക. അല്ലാത്ത സമയത്തും ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത് തനിക്ക് മാത്രമാണോ ഇങ്ങനെയൊരവസ്ഥ? അത് യോനിക്കുള്ളിലുള്ള ഗ്യാസ് ആണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖത്തിന്റെ ലക്ഷണങ്ങളാണോ എന്ന് കരുതുന്നവർക്ക് ഇനി പേടിക്കേണ്ടതില്ല. ഇതൊരു സാധാരണ അവസ്ഥയാണ്. അതെ, അത് യോനി വായു അകത്തേക്ക് വിട്ട കാരണം അത് പുറത്തേക്ക് തള്ളിവിടുന്ന ഒരു സൗണ്ടാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. ഇത് ചിലപ്പോൾ ചിലർക്ക് സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ ലൈംഗിക വേളയിലാകാൻ സംഭവിക്കുക. ചിലർക്ക് ചിലപ്പോൾ കുളിച്ചു കഴിഞ്ഞു വരികയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എക്സസൈസോ വ്യായാമങ്ങളോ ചെയ്തു കഴിഞ്ഞ് നിൽക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ പല സമയത്തും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ള രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല. അത് യോനി പുറത്തേക്കുള്ള വായു തിരിച്ചുവിടുന്നതാണെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ആശങ്കപ്പെടുകയോ ഡോക്ടറെ സമീപിക്കേണ്ടയോ കാര്യം ഇല്ല. ഇതുണ്ടാകുന്നത് കൊണ്ട് പ്രത്യേകിച്ചുള്ള സ്മെല്ലോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഡിസ്ചാർജ് ഉണ്ടാവുകയോ ഒന്നും ഇല്ല. സാധാരണ ഒരു ബലൂണിന്റെ അവസ്ഥയാണ് അവിടെ സംഭവിക്കുന്നത്. ഒരു ബലൂണിൽ കാറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ പിന്നീട് ആ ബലൂൺ പതിയെ തുറന്നു വിടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അത്ര മാത്രമേ അവിടെയും സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ടതോ ഇതിന് മറ്റെന്തെങ്കിലും രോഗങ്ങളുമായി കമ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ഇൻഫെക്ഷൻ ആണെന്ന് കരുതുകയോ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം എന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കപ്പെടുന്ന മറ്റു വീഡിയോകളുമായി വീണ്ടും കാണാവുന്നതാണ്. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ.